സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. കേരളവാണി ശ്രീമദ് ഭാഗവത പഠന പ്രഭാഷണ പരമ്പര ഇന്ന് 53-ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഉറങ്ങിക്കിടന്ന പാണ്ഡവപുത്രന്മാരെ ശിബിരത്തിൽ കയറി നിർദ്ദയം വധിച്ച അശ്വത്ഥാമാവിനെ അർജുനൻ പിന്തുടർന്ന് ഓടിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് പാഞ്ചാലിയുടെ മുൻപിൽ സമർപ്പിച്ചു. പാഞ്ചാലി അശ്വത്ഥാമാവിനെ നമസ്കരിച്ചു. ഇത്രയുമാണ് 52-ാം ഭാഗത്തിൽ നാം പറഞ്ഞു നിർത്തിയത്. ബന്ധനത്തിൽപ്പെട്ട് തൻ്റെ മുൻപിൽ നിൽക്കുന്ന അശ്വത്ഥാമാവിനോട് പാഞ്ചാലി ദേവിക്ക് കാരുണ്യവും ബഹുമാനവും ഉണ്ടായി. അശ്വത്ഥാമാവിനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മോചിപ്പിക്കാനായിട്ട് പാഞ്ചാലി ആവശ്യപ്പെടുകയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. ഉവാച ചാസഹന്യസ്യ ബന്ധനാനയനം സതി മുച്യതാമേഷ ബ്രാഹ്മണോ നിതരാം ഗുരു. സതി സാധ്വിയായ അവൾ അസ്യ ഇവന്റെ ബന്ധനാനയനം ബന്ധിച്ചു കൊണ്ടുവന്നതിനെ അസഹന്തി സഹിക്കാത്തവളായിട്ട് ഏഷഃ ഇവൻ മുച്യതാം മോചിപ്പിക്കപ്പെട്ടാലും ബ്രാഹ്മണ നിതരാം ഗുരുഹു ബ്രാഹ്മണൻ ശ്രേഷ്ഠനായ ഗുരുവാകുന്നു. ഇതി ഉവാച ച ഇങ്ങനെ പറയുകയും ചെയ്തു. പാഞ്ചാലിയെക്കുറിച്ച് 42-ാം ശ്ലോകത്തിൽ വിശേഷിപ്പിച്ചതായ വാമസ്വഭാവ എന്ന പദത്തിന്റെ അർത്ഥത്തെ ഈ ശ്ലോകത്തിൽ സതി എന്ന പ്രയോഗത്തിലൂടെ ഒന്നുകൂടെ പ്രകാശമാനമാക്കുന്നു. ഭാഗവതത്തിലെ പാഞ്ചാലി ഭക്തയും ഭാഗവത സംസ്കാരം ഉൾക്കൊണ്ടവളുമാണ് എന്ന് നാം നേരത്തെ തന്നെ അനുസ്മരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവിനെ ബന്ധിച്ചതും കെട്ടിവലിച്ച് തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയതും തീർത്തും സഹിക്കാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പരിഭ്രമത്തോടെ മോചിപ്പിക്കൂ എന്നിങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു. സംഭ്രമേ വീപ്സ എന്ന് വംശീധരാചാര്യർ. വീപ്സ എന്നാൽ ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് മനസ്സിൽ വരുന്നതായ വികാരം സംഭ്രമമോ സന്തോഷമോ ശോകമോ എന്തുമായിക്കോട്ടെ ചിലപ്പോൾ ഒന്നിലധികം പ്രാവശ്യം പ്രതികരിച്ചു എന്ന് വരാം. ഭാഗം 51 ഇത് നാം കണ്ടതാണ്. ശ്ലോകം 22 അർജുനൻ പരിഭ്രമത്തോടെ കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെ 2 പ്രാവശ്യം വിളിക്കുന്നതായി കാണാം. ബന്ധനാനയനം എന്ന പദത്തെ ഒന്ന് ശ്രദ്ധിക്കാം. ബന്ധനേന ആനയനം ബന്ധിച്ചുകൊണ്ട്, അതായത് പിടിച്ചു വലിച്ച് കെട്ടിക്കൊണ്ടുവരൽ. ബന്ധനം ആനയനം വാ, ബന്ധനമോ ആനയനമോ ഏതു വേണമെങ്കിലും എന്നർത്ഥം. ഈ 2 രീതിയിലായാലും അത് പാഞ്ചാലിക്ക് സഹിക്കുന്നില്ല എന്നർത്ഥം. പിടിച്ചുകെട്ടി തൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് സഹിച്ചില്ല എന്ന് മാത്രമല്ല, ഇനി അഥവാ തൻ്റെ മുൻപിൽ കൊണ്ടുവരാതെ തന്നെ അശ്വത്ഥാമാവിനെ എവിടെയെങ്കിലും ബന്ധിച്ചിട്ടിരിക്കുകയാണ് എന്ന് കേട്ടാൽ പോലും അത് സഹിക്കുകയില്ല എന്നർത്ഥം. വേഗം മോചിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം പറയുന്നു. ബ്രാഹ്മണോ നിതരാം ഗുരുഹു, ബ്രാഹ്മണൻ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഗുരുനാഥനാകുന്നു. ഏഷ യതഃ സർവേഷാം വർണ്ണാശ്രമാണാം ഗുരുഹു, വംശീധരാചാര്യർ പറയുന്നു. ബ്രാഹ്മണൻ 4 വർണ്ണങ്ങൾക്കും ഗുരുനാഥനായി വർത്തിക്കുന്നു എന്ന് സാരം. സാമാന്യമായി ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ ഗുരുനാഥനാണ് എന്ന് പറഞ്ഞതിന്റെ ശേഷം 44-45 ശ്ലോകങ്ങളിലായി ദ്രോണാചാര്യരെ പോലെ തന്നെ അശ്വത്ഥാമാവും പാണ്ഡവർക്ക് ഗുരുസ്ഥാനീയനാണ് എന്ന് സമർത്ഥിക്കുന്നു. സരഹസ്യോധനുർവേദ സവിസർഗോപസംയമ അസ്ത്രഗ്രാമശ്ച ഭവതാ ശിക്ഷിതോ യദനുഗ്രഹാത് സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർദ്ധം പത്ന്യാസ്തേ നാന്വഗാദ്വീരസൂകൃപീ. സരഹസ്യ ധനുർവേദ, രഹസ്യസ്വഭാവമുള്ള ധനുർവേദം. സവിസർഗ ഉപസംയമ അസ്ത്രഗ്രാമ ച, പ്രയോഗം ഉപസംഹാരം എന്നിവയോടുകൂടിയ അസ്ത്രസമൂഹം, മറ്റ് ആയുധവിദ്യകൾ എന്നിവയെല്ലാം ഭവതാ യദനുഗ്രഹാൽ ശിക്ഷിത, അങ്ങയാൽ യാതൊരാളുടെ അനുഗ്രഹത്താൽ പഠിപ്പിക്കപ്പെട്ടുവോ, സഹ ഭഗവാൻ ദ്രോണ, ഭഗവാനായ ആ ദ്രോണൻ, ഏഷഃ ഇവൻ, അതായത് ഇവനായിട്ട്, പ്രജാരൂപേണ പുത്രഭാവത്തിൽ വർത്തിക്കുന്നു.
തസ്യ ആത്മനഃ അർദ്ധം പത്നി കൃപി ആസ്തേ. അദ്ദേഹത്തിന്റെ ദേഹാർദ്ധമായ കൃപി എന്ന പത്നി ജീവിച്ചിരിക്കുന്നു. വീരസൂഹു സാ ന അന്വഗാൽ. വീരപുത്രനുള്ള അവൾ അനുഗമിച്ചിട്ടില്ല. കൃപി ദ്രോണരുടെ ചിതയിൽ ചാടി സതീധർമ്മം അനുഷ്ഠിക്കാതെ ഇരുന്നത് വീരനായ ഒരു പുത്രൻ ഉള്ളതിനാലാണ് എന്നിവിടെ അർത്ഥം. ബ്രാഹ്മണരുടെയും ക്ഷത്രിയരുടെയും ധനുർവേദാചാര്യനാകാൻ ബ്രാഹ്മണന് മാത്രമാണ് അർഹത എന്ന് ധനുർവേദശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതായത് ധനുർവേദശാസ്ത്രാനുസാരേണയാണ് പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും ദ്രോണരുടെ ശിക്ഷണത്തിൽ അസ്ത്രാഭ്യാസം ചെയ്തത്. ധനുർവേദേ ഗുരുർവിപ്ര പ്രോക്തോ വർണ്ണദ്വയസ്യജ എന്നിങ്ങനെയുള്ള പ്രമാണങ്ങൾ അഗ്നിപുരാണത്തിലും വിഷ്ണുധർമ്മോത്തര പുരാണത്തിലും ഉണ്ട് എന്ന് അന്വയാർത്ഥ പ്രകാശിനിയിൽ ശ്രീധരവാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അർജുനന് എല്ലാവിധത്തിലുള്ള അസ്ത്രവിദ്യകളും ഉപദേശിച്ചിട്ടുള്ള ആളാണ് ദ്രോണാചാര്യർ എന്ന ആ ഗുരുനാഥൻ. അത് വിശദീകരിച്ചതാണ് സരഹസ്യ സവിസർഗോപസംയമ എന്നിങ്ങനെ രണ്ടു വാക്കുകളിലൂടെ. സരഹസ്യ എന്നാൽ ഗോപ്യമന്ത്രസഹിത എന്ന് ശ്രീധരാചാര്യർ. രഹസ്യ സ്വഭാവമുള്ള മന്ത്രങ്ങളോടുകൂടിയ അനേകം ദിവ്യാസ്ത്രങ്ങൾ ദ്രോണാചാര്യർ അർജുനന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. വിസർഗ അസ്ത്രപ്രയോഗ ഉപസംയമ ഉപസംഹാര താഭ്യാം സഹിത അസ്ത്രസമൂഹശ്ച. വിസർഗം എന്ന് പറഞ്ഞാൽ അസ്ത്രം പ്രയോഗിക്കൽ, ഉപസംഹാരം എന്ന് പറഞ്ഞാൽ അതിനെ പിൻവലിക്കൽ. ഇത് ദിവ്യാസ്ത്രങ്ങളെ സംബന്ധിച്ചാണ് ബാധകമായിട്ടുള്ളത്. വിദഗ്ധനായ ഒരു വില്ലാളി വീരന് ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗവും ഉപസംഹാരവും അറിഞ്ഞിരിക്കണം എന്ന് താല്പര്യം. നാം ഇതിനു മുമ്പ് ഇത് അനുസ്മരിച്ചിട്ടുണ്ട്. പ്രയോഗവും ഉപസംഹാരവും ചേർന്ന അനേകം ദിവ്യാസ്ത്രങ്ങൾ, അതാണ് അസ്ത്രസമൂഹ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അർജുനൻ. അദ്ദേഹം അർജുനന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ഒളിച്ചു നിന്ന് കേട്ടുകൊണ്ടാണ് അശ്വത്ഥാമാവ് അത് പഠിച്ചത്. അത് മനസ്സിലാക്കിയ ദ്രോണാചാര്യർ ഉപസംഹാരം പിന്നീടൊരിക്കലാണ് അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രയോഗം മാത്രമേ അറിയുള്ളൂ, ഉപസംഹാരം അറിയില്ല എന്ന് നാം മുൻപ് അനുസ്മരിക്കുകയുണ്ടായി. അതായത് തൻ്റെ ഔരസപുത്രനായ അശ്വത്ഥാമാവിനോടില്ലാത്ത ഒരു വാത്സല്യം, കാരുണ്യം, അതെല്ലാം ദ്രോണാചാര്യർക്ക് അർജുനനോടുണ്ടായിരുന്നു എന്നർത്ഥം. അതാണ് പാഞ്ചാലിയുടെ അർജുനനെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലയോ ആര്യപുത്ര, അങ്ങ് സവ്യസാചി എന്ന പേരിൽ ലോകപ്രസിദ്ധനായി തീർന്നത് ദ്രോണാചാര്യരുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ദ്രോണാചാര്യർ തന്നെയാണ് ഇപ്പോൾ അശ്വത്ഥാമാവിന്റെ രൂപത്തിൽ മുൻപിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, അശ്വത്ഥാമാവിന്റെ അമ്മ ദ്രോണാചാര്യരുടെ ധർമ്മപത്നിയായ കൃപീദേവി തനിക്കൊരു വീരപുത്രൻ ഉള്ളതുകൊണ്ട് മാത്രം ഭർത്താവിന്റെ ചിതയിൽ ചാടി സതീധർമ്മം അനുഷ്ഠിക്കാതെ പുത്രവാത്സല്യത്തോടെ കഴിയുകയാണ്. ഗുരുനാഥനെ മാത്രമല്ല ഗുരുവിന്റെ വംശത്തെയും ബഹുമാനിക്കണമെന്നും ഗുരുവിന്റെ വംശത്തിന് ദ്രോഹകരമായി ഒന്നും ചെയ്യരുത് എന്നും അടുത്ത ശ്ലോകത്തിൽ സമർത്ഥിക്കുന്നു. തദ്ധർമ്മജ്ഞ മഹാഭാഗ ഭവദ്ഭിർഗൗരവം കുലം വൃജിനം നാരിഹതി പ്രാപ്തും പൂജ്യം വന്ദ്യമഭീക്ഷ്ണശഃ. ഹേ ധർമ്മജ്ഞ, അല്ലയോ ധർമ്മമറിയുന്നവനെ, മഹാഭാഗ, മഹായോഗ്യ, അഭീക്ഷ്ണശഃ, എപ്പോഴും പൂജ്യം വന്ദ്യം, പൂജിക്കേണ്ടതും വന്ദിക്കേണ്ടതുമായ ഗൗരവം, ഗുരുവിൻ്റെ, തത് ആ കുലം, വംശം, ഭവദ്ഭി ഭവാന്മാരാൽ, വൃജിനം പ്രാപ്തും നാശത്തെ പ്രാപിക്കാൻ, ന അർഹതി. ധർമ്മജ്ഞ, മഹാഭാഗ എന്നിങ്ങനെയുള്ള രണ്ടു സംബോധനകളിലൂടെ അർജുനൻ ധർമ്മബോധമുള്ളവനും മഹായോഗ്യനുമാണ് എന്ന് പാഞ്ചാലി സൂചിപ്പിക്കുന്നു. അങ്ങനെ ധർമ്മബോധമുള്ളവനും മഹായോഗ്യനുമായ അങ്ങ് ഗുരുനാഥനെ മാത്രമല്ല ഗുരുനാഥന്റെ കുലത്തെയും ആദരിക്കേണ്ടതാണ്. എപ്പോഴും പൂജിക്കുകയും ആദരിക്കുകയും വന്ദിക്കുകയും ചെയ്യേണ്ടതാണ് ഗുരുനാഥന്റെ വംശം. അതുമാത്രമല്ല, ഗുരുനാഥന്റെ വംശനാശത്തിന് ഒരിക്കലും ഒരു ശിഷ്യൻ കാരണമായിക്കൂടാ. അതാണ് പാഞ്ചാലിയുടെ അഭിപ്രായം. അല്ലയോ ആര്യപുത്ര, ഇവിടെ അങ്ങ് അശ്വത്ഥാമാവിനെ വധിക്കുകയാണെങ്കിൽ അങ്ങയുടെ ഗുരുനാഥനായ ദ്രോണരുടെ വംശനാശത്തിന് തന്നെ അത് കാരണമായി തീരും. അമ്മമാരുടെ പുത്രദുഃഖത്തിന്റെ ഗൗരവത്തെ കാണിച്ചുകൊണ്ട് അശ്വത്ഥാമാവിന്റെ അമ്മയായ ഗൗതമി കരയാനിടവരരുത് എന്നപേക്ഷിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. മാരോദീദസ്യ ജനനീ ഗൗതമീ പതിദേവത
യഥാഹം മൃതവത്സാർത്ത രോദിമ്യശ്രുമുഖീ മുഹു. യഥാ എപ്രകാരം മൃതവത്സാർത്ത പുത്രദുഃഖത്താൽ അഹം ഞാൻ മുഹു വീണ്ടും വീണ്ടും അശ്രുമുഖി കണ്ണുനീർ പൊഴിച്ചു രോദിമി കരയുന്നുവോ പതിദേവത പാതിവ്രത്യമുള്ളവളായ അസ്യജനനീ ഗൗതമി ഇദ്ദേഹത്തിൻ്റെ മാതാവായ ഗൗതമി തഥ അപ്രകാരം, അതായത് ഞാൻ അനുഭവിക്കും വിധം മാ രോധീർ രോദനം ചെയ്യരുത്, അതിനവസരമുണ്ടാക്കരുത് എന്ന് താല്പര്യം. പുത്രന്മാർ മരിച്ച ദുഃഖം എന്നെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് അല്ലയോ ആര്യപുത്ര അങ്ങ് കണ്ടതാണല്ലോ. ഞാൻ എപ്പോഴും കണ്ണുനീർ മാർത്തുകൊണ്ട് ദുഃഖാർത്ഥയായിട്ടിരിക്കുകയാണ്. അതുപോലെ അശ്വത്ഥാമാവിൻ്റെ അമ്മയായ ഗൗതമിക്ക് ഒരവസ്ഥ ഉണ്ടാവരുത്. ഞാൻ ദുഃഖിക്കുന്നത് പോലുള്ളൊരു ദുഃഖം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സംഗതി വരരുതേ എന്ന പ്രാർത്ഥന പാഞ്ചാലി ഉൾക്കൊണ്ടതായ ഭാഗവത സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം എനിക്ക് തന്ന് അവരെയെല്ലാം സുഷികളാക്കി തീർക്കൂ എന്ന് പ്രാർത്ഥിച്ച രന്തിദേവൻ എന്ന മഹാത്മാവിന്റെ കഥ നവോസ്കന്ധത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അർജുനന്റെ ഈ പ്രവൃത്തി കുരുവംശനാശത്തിനു കൂടി കാരണമായേക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പാഞ്ചാലി ദേവി തന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത ശ്ലോകത്തോടെ. യൈ കോപിതം ബ്രഹ്മകുലം രാജന്യൈരകൃതാത്മവി തൽക്കുലം പ്രദഹത്യാശു സാനുബന്ധം ശുചാർപ്പിതം. അകൃതാത്മഭി അവിവേകികളായ യൈ രാജന്യൈ യാതൊരു ക്ഷത്രിയരാൽ ബ്രഹ്മകുലം ബ്രാഹ്മണകുലം കോപിതം കോപിപ്പിക്കപ്പെടുന്നുവോ തത്കുലം ആ ബ്രാഹ്മണകുലം ശുചാർപ്പിതം ആ ക്ഷത്രിയകുലത്തെ ദുഃഖപൂരിതമാക്കി സാനുബന്ധം ബന്ധുജനസമേതം ആശു പ്രദഹതി പെട്ടെന്ന് ദഹിപ്പിക്കുന്നു. ഏതൊരു ക്ഷത്രിയനും ബ്രാഹ്മണകുലത്തെ ബഹുമാനിക്കുകയും പൂജിക്കുകയുമാണ് വേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ അവിവേകികളായ ചില ക്ഷത്രിയർ ബ്രാഹ്മണകുലത്തെ അപമാനിക്കാനും നിന്ദിക്കാനും പുറപ്പെട്ടു കഴിഞ്ഞാൽ നിന്ദിക്കുന്ന ചില അവിവേകികളായ ക്ഷത്രിയർക്ക് മാത്രമല്ല അതിൻ്റെ ദോഷം. അങ്ങനെയുള്ള അവിവേക പ്രവൃത്തി കൊണ്ട് ക്ഷത്രിയകുലം പൂർണ്ണമായും ദഹിച്ചു പോകുന്നു. അശ്വത്ഥാമാവിനെ ദ്രോഹിക്കുന്നത് കൊണ്ട് അദ്ദേഹം മാത്രമല്ല കോപിക്കുക, അദ്ദേഹത്തിൻ്റെ വംശം പൂർണ്ണമായും കോപിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ബ്രാഹ്മണകുലം പൂർണ്ണമായും കോപിപ്പിക്കപ്പെട്ടാൽ അതിന് കാരണമായ ക്ഷത്രിയന്റെ വംശം തന്നെ നശിക്കുന്നു. അതായത് ഇവിടെ അശ്വത്ഥാമാവിനെ ഉപദ്രവിച്ചാൽ പാണ്ഡവവംശവും പൂർണ്ണമായി നശിക്കും, ദഹിച്ചു പോകും എന്ന് സൂചന. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അശ്വത്ഥാമാവിനെ മുക്തനാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പാഞ്ചാലി തന്റെ വാക്കുകൾ നിർത്തി. ഇത്രയും ശ്ലോകങ്ങളുടെ താല്പര്യം 4-5 വാചകങ്ങളിൽ ഒന്ന് സംഗ്രഹിച്ചനുസ്മരിക്കാം. അശ്വത്ഥാമാവിനെ ബന്ധിച്ചു കൊണ്ടുവന്നത് പാഞ്ചാലിക്ക് ഒട്ടും സഹിച്ചില്ല. അത് അർജുനനെ അറിയിക്കാനായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു. അല്ലയോ ആര്യപുത്ര, ബ്രാഹ്മണനും ഗുരുവര്യനുമായ ഇദ്ദേഹത്തെ ഉടൻ തന്നെ മോചിപ്പിക്കണം. യാതൊരു ദ്രോണാചാര്യരുടെ അനുഗ്രഹം ഹേതുവായിട്ടാണോ അങ്ങയാൽ അത്യന്തം രഹസ്യവും ദിവ്യാസ്ത്രങ്ങളടങ്ങുന്നതുമായ ധനുർവേദം പ്രയോഗോപസംഹാരസഹിതം അഭ്യസിക്കപ്പെട്ടത്, ആ ഭഗവാൻ ദ്രോണാചാര്യർ തന്നെ പുത്രരൂപേണ അശ്വത്ഥാമാവായി ഇവിടെ വർത്തിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു വീരപുത്രനെ പ്രസവിച്ചവളും ദ്രോണാചാര്യന്റെ ശരീരാർത്ഥം തന്നെയായവളും ആയ കൃപീദേവി സതീധർമ്മം അനുഷ്ഠിക്കാതെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ കാലത്തും പൂജിക്കപ്പെടേണ്ടതും വന്ദിക്കപ്പെടേണ്ടതുമായ ദ്രോണാചാര്യരുടെ കുടുംബത്തിന് അങ്ങ് യാതൊരു ദ്രോഹവും ചെയ്യരുത്. ഞാൻ ഇന്ന് പുത്രദുഃഖത്താൽ കണ്ണീർ വാർത്ത കേഴുകയാണ്. അശ്വത്ഥാമാവിന്റെ മാതാവും പതിവ്രതാരത്നവുമായ ഗൗതമിക്കും ഇത്രയും ദുസ്സഹമായ പുത്രദുഃഖം വരുത്താതിരിക്കുക. അവിവേകം ഹേതുവായി ക്ഷത്രിയർ ബ്രാഹ്മണകുലത്തിന് ക്ഷതം വരുത്തുകയാണെങ്കിൽ അതിൻ്റെ പരിണതഫലം സ്വവംശനാശം തന്നെയായിരിക്കും. പാഞ്ചാലിയുടെ ഈ വാക്യത്തിൽ അനേകം തത്വങ്ങൾ അടങ്ങിയിട്ടുള്ളതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ദ്രോണാചാര്യരുടെയും കൃപാചാര്യരുടെയും ചരിത്രത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭരദ്വാജൻ എന്നൊരു മഹർഷിയുടെ പുത്രനാണ് ദ്രോണാചാര്യർ. ഒരിക്കൽ ഭരദ്വാജ മഹർഷി ഘൃതാചി എന്നൊരു അപ്സരസ് സ്നാനം ചെയ്യുന്നത് കണ്ടു. കാറ്റത്ത് അവളുടെ വസ്ത്രം സ്ഥാനം തെറ്റി. അതുകൊണ്ട് മഹർഷിക്ക് സ്ഖലനമുണ്ടായി. അദ്ദേഹം അതിനെ ഒരു ദ്രോണത്തിൽ, അതായത് ഒരു കുടത്തിൽ ശേഖരിച്ചു വെച്ചു. അതിൽ നിന്നുണ്ടായ പുത്രനാണ് ദ്രോണൻ. ദ്രോണന് വേദവേദാംഗങ്ങളും ആഗ്നേയാസ്ത്രവിദ്യയും പിതാവ് തന്നെ ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് പരശുരാമ മഹർഷിയെ ഗുരുനാഥനായി വരിച്ച്
ദ്രോണാചാര്യർ ധനുർവേദം പൂർണ്ണമായും അഭ്യസിച്ചു. പാണ്ഡവരുടെയും നൂറ്റുവരുടെയും മുഖ്യ ധനുർവേദാചാര്യൻ ദ്രോണർ തന്നെയാണ്. ദ്രോണർ വിവാഹം കഴിച്ചത് ശരദ്വാന്റെ പുത്രിയായ കൃപിയെയാണ്. അതിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ്. ദ്രോണർക്ക് ദ്രുപദനുമായി സംഗതിവശാൽ ഒരു ശത്രുത്വം ഉണ്ടായി. ദ്രോണൻ ദ്രുപദനെ ഒരിക്കൽ അപമാനിച്ചു. പ്രതികാരേച്ഛുവായ ദ്രുപദൻ ദ്രോണനെ നിഗ്രഹിക്കുവാൻ പ്രാപ്തനായ ഒരു പുത്രനെ സമ്പാദിക്കാനായി ഒരു യാഗം നടത്തി. ധൃഷ്ടദ്യുമ്നനും സഹോദരിയായ പാഞ്ചാലിയും ആ യാഗാഗ്നി സംഭൂതരാണ്. ദ്രോണർ ദുര്യോധനപക്ഷത്തായിരുന്നുവല്ലോ. ഭീഷ്മരുടെ പതനത്തിനു ശേഷം ദ്രോണർ ദുര്യോധന സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായി. മഹാഭാരത യുദ്ധത്തിൽ വെച്ച് ധൃഷ്ടദ്യുമ്നൻ ദ്രോണരെ വധിച്ചു. ഇനി കൃപൻ, കൃപി, അശ്വത്ഥാമാവ് എന്നിവരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ചിന്തിക്കാം. ഗൗതമ മഹർഷിക്ക് ശരദ്വാൻ എന്നൊരു പുത്രനുണ്ടായി. ജനന സമയത്ത് തന്നെ കയ്യിൽ ശരം ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ശരദ്വാൻ എന്ന പേര് വന്നത്. ശരദ്വാന് വേദാധ്യയനത്തിലല്ല ധനുർവേദത്തിലായിരുന്നു ഏറെ താല്പര്യം. തപശക്തി കൊണ്ട് ധനുർവേദം പൂർണ്ണമായും അദ്ദേഹം സ്വായത്തമാക്കി. അദ്ദേഹത്തിന്റെ തപശക്തിയാലും ധനുർവേദ പാഠവത്താലും ക്ലേശിക്കേണ്ടി വന്ന ഇന്ദ്രൻ ജാലപതി എന്ന ദേവകന്യകയെ അയച്ച് ശരദ്വാനെ കാമപരവശനാക്കി തീർത്തു. തപശക്തി കൊണ്ട് വികാരം അടക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയം ശരസ്തംഭത്തിൽ, അതായത് അമിഴുപുല്ലിൽ വീണു. അതിൽ നിന്ന് ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ജനിച്ചു. ശരദ്വാൻ ആ പ്രദേശം വിട്ടു പോവുകയും ചെയ്തു. നായാട്ടിനിറങ്ങിയ ശന്തനുവിന്റെ അനുചരന്മാർ ഈ ശിശുക്കളെയും സമീപത്ത് അമ്പും വില്ലും കിടക്കുന്നതും കണ്ട് ശന്തനുവിനെ വിവരമറിയിച്ചു. അദ്ദേഹത്തിന് ആ ശിശുക്കളിൽ കൃപ തോന്നി. അതിനാൽ ആൺകുഞ്ഞിന് കൃപനെന്നും പെൺകുഞ്ഞിന് കൃപയെന്നും പേരുകളിട്ടു. കുട്ടികളെ രാജധാനിയിൽ കൊണ്ടുപോയി വളർത്തി. ശരദ്വാൻ രാജധാനിയിൽ വന്ന് ചരിത്രം പറഞ്ഞു. അദ്ദേഹം തന്നെ കൃപന് ധനുർവേദം ഉപദേശിച്ചു കൊടുത്തു. ആ ബാലനാണ് പിന്നീട് കൃപാചാര്യർ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത്. കൃപാചാര്യരും പാണ്ഡവരെയും ധാർത്തരാഷ്ട്രാദികളെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ദ്രോണർക്കു പുറമെ കൃപാചാര്യരും പാണ്ഡവാദികളുടെ ഗുരുനാഥനാണ്. കൃപാചാര്യർ തൻ്റെ സഹോദരിയായ കൃപയെ ദ്രോണർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിലുണ്ടായ പുത്രനാണ് അശ്വത്ഥാമാവ്. ഗൗതമ മഹർഷിയുടെ വംശജയാകയാൽ കൃപയെ ഗൗതമി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. നവമസ്കന്ധത്തിൽ ഈ കഥ സംഗ്രഹ രൂപത്തിൽ കാണാം. അശ്വത്ഥാമാവും കൃപാചാര്യരും ചിരഞ്ജീവികളാണ്. അവരും കൃതവർമാവുമാണ് ഭാരതയുദ്ധാനന്തരം ദുര്യോധനപക്ഷത്ത് അവശേഷിച്ച 3 പേർ. അശ്വത്ഥാമാവ് ജനിച്ച ഉടനെ തന്നെ ഒരു കുതിരയുടെ ശബ്ദത്തെ പോലെ ശബ്ദമുണ്ടാക്കി. അശ്വത്തെ പോലെ ശബ്ദമുണ്ടാക്കിയവൻ എന്ന അർത്ഥത്തിൽ അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. അശ്വസ്യേവാസ്യൽ സ്ഥാമാനദ പ്രതിശോ ഗതം അശ്വത്ഥാമൈവ ബാലോയം തസ്മാം നാമ്നാ ഭവിഷ്യതി. മഹാഭാരതം ആദിപർവത്തിലെ ശ്ലോകം. സ്ഥാമ എന്ന ശബ്ദത്തിന് ബലം, പരാക്രമം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ദ്രോണാചാര്യർ പരമേശ്വരനെ കുറിച്ച് തപസ് ചെയ്തുവെന്നും സന്തുഷ്ടനായ പരമശിവൻ ദ്രോണപത്നിയിൽ അശ്വത്ഥാമാവായി അംശാവതാരം ചെയ്തുവെന്നുമാണ് ശിവമഹാപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അശ്വത്ഥാമാവ് ശിവഭക്തനാണെന്നാണ് മഹാഭാരതം പറയുന്നത്. പിതാവ് തന്നെയാണ് പുത്രനായി ജനിക്കുന്നത് എന്നും പത്നി പതിയുടെ അർദ്ധാംഗിയാണെന്നും മറ്റുമുള്ള ശ്രുതിസ്മൃതി തത്വങ്ങൾ ഈ ശ്ലോകങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. തഥായം ജായതേ സ്വയം എന്ന യാജ്ഞവൽക്യവചനം. ഇതിനു പ്രമാണമായി തജ്ജായ ജായ ഭവതി യത് അസ്യാം ജായതേ പുനഃ എന്ന ശ്രുതിവാക്യം വിജ്ഞാനേശ്വരൻ ഉദ്ധരിക്കുന്നു. പത്നിയുടെ അർദ്ധാംഗത്വത്തിനു പ്രമാണമായി അർദ്ധോവാ ഏഷ ആത്മനോയൽ പത്നി ഇതി ശ്രുതേഹ് എന്ന തൈത്തിരീയ സൂക്തം ശ്രീധരാചാര്യരും ഉദ്ധരിക്കുന്നുണ്ട്. പാഞ്ചാലിയുടെ യുക്തിയുക്തവും ധർമാനുസൃതവുമായ വാക്കുകൾ കേട്ട് ധർമ്മപുത്ര മഹാരാജാവിൽ ഉണ്ടായ പ്രതികരണം എന്താണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. സൂത ഉവാച ധർമ്മ്യം ന്യായ്യം സകരുണം നിർവ്യലീകം സമം മഹത് രാജാ ധർമ്മസുതോ രാജ്ഞാഃ പ്രത്യനന്ദദ്വചോ ദ്വിജാഃ. ഹേ ദ്വിജാഃ, അല്ലയോ ബ്രാഹ്മണരെ, ധർമ്മ്യം ധർമ്മമായതും ന്യായ്യം ന്യായമായതും സകരുണം ദയയോടുകൂടിയതും നിർവ്യലീകം കാപട്യമില്ലാത്തതും സമം തുല്യമായതും മഹത് മഹത്തായതുമായ രാജ്ഞാഃ
രാജ്ഞിയുടെ, അതായത് പാഞ്ചാലിയുടെ വചഃ വാക്കിനെ രാജാധർമ്മസുത ധർമ്മപുത്ര മഹാരാജാവ് പ്രത്യനന്ദൽ അഭിനന്ദിച്ചു. സൂതപൗരാണികൻ തുടർന്നു പറഞ്ഞു, അല്ലയോ മഹാബ്രാഹ്മണരെ, ശൗനകാദികളെ, ധർമ്മം, ന്യായം, കരുണ, പരമാർത്ഥം, സമത, മഹത്വം എന്നീ 6 ഗുണങ്ങൾ വാക്കുകൾക്കുണ്ടായിരിക്കേണ്ടതാണ്. ആ എല്ലാ ഗുണങ്ങളും വേണ്ടവിധമുള്ളതായ പാഞ്ചാലിയുടെ വാക്കിനെ രാജാവായ ധർമ്മപുത്ര വളരെയധികം അഭിനന്ദിച്ചു. വിടുവിൻ വിടുവിൻ എന്ന് പറഞ്ഞത് ധർമ്മലക്ഷണം. രഹസ്യമന്ത്രങ്ങൾ ഉപദേശിച്ച ഗുരുപുത്രനാണെന്നുള്ളത് ന്യായം. ഗുരുപത്നി ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കരുണ. ധർമ്മജ്ഞനാണ് അങ്ങ് എന്നുള്ളത് സത്യം. എന്നെ പോലെ കരയുവാൻ ഇടവരരുതെന്ന് സമത്വം. ബ്രാഹ്മണരെ കോപിപ്പിക്കരുതെന്ന് മഹത്വം. ഈ 6 സംഗതിയിൽ മേൽ കാണിച്ച 6 ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിന്റെ പ്രതികരണത്തിന് ശേഷം മറ്റുള്ളവരുടെ പ്രതികരണങ്ങളെ പറയുന്നു 50-ാം ശ്ലോകത്തിൽ. നകുല സഹദേവശ്ച യൂധാനോ ധനഞ്ജയഃ ഭഗവാൻ ദേവകീപുത്രോ യേ ചാന്യേയാശ്ച യോഷിതഃ. നകുലഃ നകുലനും സഹദേവഃ സഹദേവനും യുയുധാനഃ യുയുധാനനും ധനഞ്ജയഃ ച ധനഞ്ജയനും ദേവകീപുത്രഃ ഭഗവാൻ ദേവകീപുത്രനായ ഭഗവാനും അന്യേ യേ ച മറ്റുള്ളവരും യാഹ യോഷിതഃ ച വേറെയുള്ള സ്ത്രീകളും തദ്വചഃ അഭ്യനന്ദൻ ആ വാക്യത്തെ അഭിനന്ദിച്ചു. അർജുന നകുല സഹദേവന്മാരും യുയുധാനനും ഭഗവാൻ ശ്രീകൃഷ്ണനും അവിടെയുള്ള മറ്റു സ്ത്രീ പുരുഷന്മാരെല്ലാവരും പാഞ്ചാലിയുടെ യുക്തിയുക്തവും അവസരോചിതവുമായ ഈ വാക്കുകളെ പ്രശംസിച്ചു. എന്നാൽ ഭീമസേനന്റെ പ്രതികരണം തീർത്തും വ്യത്യസ്തമായിരുന്നു എന്ന് 51-ാം ശ്ലോകത്തിൽ പറയുന്നു. തത്രാഹ അമർഷിതോ ഭീമ തസ്യ ശ്രേയാൻ വധ സ്മൃതഃ ന ഭർത്തുർനാത്മനശ്ചാർത്ഥേ യോഹൻ സുപ്താൻ ശിശൂൻ വൃഥാ. യഹ യാതൊരുവൻ സുപ്താൻ ശിശൂൻ ഉറങ്ങുന്ന കുട്ടികളെ ന ഭർത്തുഹു സ്വാമിയുടെയോ ന ആത്മനഹാച തന്റെയോ അർത്ഥേ ആവശ്യത്തിനല്ലാതെ വൃഥാ വെറുതെ അഹൻ ഹനിച്ചുവോ തസ്യ വധഃ അവന്റെ വധം ശ്രേയാൻ ശ്രേയസ് എന്ന് സ്മൃതഃ സ്മരിക്കപ്പെട്ടിരിക്കുന്നു. എന്നിങ്ങനെ തത്ര അമർഷിതഃ ഭീമഃ ആഹ. അവിടെ ഏറ്റവും കോപിച്ചവനായ ഭീമസേനൻ പറഞ്ഞു. ഭീമന്റെ വിയോജിപ്പും ധർമാനുസൃതം തന്നെയാണ്. ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവപുത്രന്മാരെ വധിച്ചതുകൊണ്ട് അശ്വത്ഥാമാവിനോ അദ്ദേഹത്തിന്റെ സ്വാമിയായ ദുര്യോധനനോ അതുപോലെ ലോകത്തിനോ ഒരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ തത്വത്തിനാണ് ഭീമൻ പ്രാധാന്യം കൊടുത്ത് ഊന്നി പറഞ്ഞത്. ധർമ്മബോധത്തോടും ന്യായസഹിതമായും നിഷ്കളങ്കതയോടും കാരുണ്യത്തോടും കൂടിയതായ ദ്രൗപദി വാക്യം യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, സാത്യകി, അർജുനൻ എന്നിവരുടെ പ്രശംസയ്ക്ക് പാത്രീഭവിച്ചു. എന്നാൽ ഭീമൻ ഇവിടെ വിയോജിച്ചു എന്ന് മാത്രമല്ല, അശ്വത്ഥാമാവിനെ ഉടനെ വധിക്കുക തന്നെ ചെയ്യണമെന്ന് നിർബന്ധിച്ചു. കാരണം ഉറങ്ങിക്കിടന്ന പാഞ്ചാലിപുത്രന്മാരെ വധിച്ചതിന് യാതൊരു ന്യായീകരണവുമില്ല. അത് അശ്വത്ഥാമാവിന് ഒരു ലാഭവും ഉണ്ടാക്കിയിട്ടില്ല. ദുര്യോധനന് പോലും അത് സമ്മതമായിരുന്നില്ല. അടുത്ത 2 ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണവചനമാണ്. ഈ സന്ദർഭത്തിൽ ഇടപെട്ട് അർജുനന്റെ ധർമ്മബോധത്തെയും യുക്തിബോധത്തെയും ഒന്നുകൂടി പരീക്ഷിക്കുകയാണ് ഭഗവാൻ. ശ്രീഭഗവാനുവാച ബ്രഹ്മബന്ധുർനഹന്തവ്യ ആതതായീവധാർഹണ മയയോഭയമാംനാദം പരിവാഹ്യനുശാസനം കുരു പ്രതിശ്രുതം സത്യം യത്തൽ സാന്ത്വയതാ പ്രിയാം പ്രിയം ച ഭീമസേനസ്യ പാഞ്ചാല്യാമഹ്യമേവ ച. ബ്രഹ്മബന്ധു ബ്രാഹ്മണാധമൻ പോലും ന ഹന്തവ്യ ഹനിക്കപ്പെടാൻ യോഗ്യനല്ല. ആദതായി എന്ന പാപി വധാർഹണ വധം അർഹിക്കുന്നു. മയാ ഏവ ഉഭയം ആത്മനാദം എന്നാൽ തന്നെ രണ്ടും വിധിക്കപ്പെട്ടു. അനുശാസനം പരിപാഹി അനുശാസനത്തെ പരിപാലിക്കൂ. പ്രിയാം സാന്ത്വയത പ്രിയയെ ആശ്വസിപ്പിക്കുമ്പോൾ യൽ പ്രതിശ്രുതം എന്ത് പ്രതിജ്ഞ ചെയ്തുവോ
തൽ സത്യം കുരു, അത് സത്യമാക്കി ചെയ്യൂ. ഭീമസേനസ്യ, ഭീമസേനന്റെയും പാഞ്ചാല്യാഹ, പാഞ്ചാലിയുടെയും മഹ്യം ച, എന്റെയും പ്രിയം ഏവ ച കുരു, പ്രിയമായതും ചെയ്യൂ. ഇവിടെ ഭഗവാന്റെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രാഹ്മണൻ എത്ര നീചനായാലും ഒരിക്കലും വധിക്കരുത്. അതേസമയം ആതതായിയായ ആൾ ഏതു തരത്തിൽപ്പെട്ടവനാണെങ്കിലും വധിക്കുക തന്നെ വേണം. ഇത് രണ്ടും ഭഗവാൻ തന്നെ ഉപദേശിച്ചിട്ടുള്ള തത്വങ്ങളാണ്. ഇവിടെ വേറൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാഞ്ചാലിയെ സാന്ത്വനിപ്പിക്കുന്ന ഘട്ടത്തിൽ ചെയ്ത പ്രതിജ്ഞ പരിപാലിക്കണം. ഭീമന്റെ അഭിപ്രായം മാനിക്കണം. പാഞ്ചാലിയുടെയും ഭഗവാന്റെയും ഇപ്പോഴത്തെ ഇംഗിതം അനുസരിക്കുകയും വേണം. ഇവിടെ അർജുനൻ വളരെ സങ്കീർണമായ ഒരു ഘട്ടത്തെ നേരിടുന്നു. ഭഗവാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യപ്രകാരം അനുസരിക്കുകയാണെങ്കിൽ അശ്വത്ഥാമാവിനെ കൊല്ലുകയും കൊല്ലാതിരിക്കുകയും വേണം. അതെങ്ങനെ സാധിക്കും? ഇവിടെ ബ്രഹ്മബന്ധു, ആതതായി എന്നീ രണ്ട് പദങ്ങൾ ഒന്ന് പ്രത്യേകം അപഗ്രഥിക്കേണ്ടതുണ്ട്. ബ്രഹ്മബന്ധു എന്നാൽ പേരിനു മാത്രം ബ്രാഹ്മണനായവൻ, കുലാചാരനിഷ്ഠയില്ലാത്ത ബ്രാഹ്മണൻ എന്നെല്ലാം അർത്ഥമുണ്ട്. ബ്രഹ്മബന്ധുരനിക്ഷേപ നിർദ്ദേശേ എന്ന് അമരം. ബ്രഹ്മബന്ധുരനിക്ഷേപേ നിർദ്ദേശേ ബ്രാഹ്മണസ്യ എന്ന് മേദിനി. കർമ്മഹീനനായ ബ്രാഹ്മണൻ എന്ന് ഈ സന്ദർഭത്തിൽ അർത്ഥം. അഗ്നിദോ ഗരദശ്ചൈവ ശസ്ത്രപാണിർധനാവഹ ക്ഷേത്രധാരഹരശ്ചൈവ ഷഡേരേ ഹ്യാതതായിനഃ ഇതി സ്മരണാത് അത്ര ആതതായി ശസ്ത്രപാണി തേന ച പുത്രഹന്തൃത്വം ലക്ഷ്യതേ എന്ന് ശ്രീധരാചാര്യൻ. കെട്ടിടങ്ങൾക്കും മറ്റും തീവെപ്പ് നടത്തുന്നവൻ, വിഷം കൊടുക്കുന്നവൻ, ഏതു സമയവും ദ്രോഹബുദ്ധിയോടെ ആയുധം ധരിച്ച് നടക്കുന്നവൻ, അന്യന്റെ ധനം, ഭൂസ്വത്ത്, ഭാര്യ ഇവയിലേതെങ്കിലുമോ എല്ലാമോ അപഹരിക്കുന്നവൻ എന്നിങ്ങനെ 6 പ്രകാരത്തിലാണ് ആതതായികൾ. പാണ്ഡവ ശിബിരത്തിൽ പ്രവേശിച്ച് നിർദോഷികളായ പാണ്ഡുപുത്രാദികളെ ആയുധം ഉപയോഗിച്ച് നിഗ്രഹിച്ച അശ്വത്ഥാമാവ് ആതതായി തന്നെ. ഗുരും വാ ബാലവൃദ്ധോ വാ ബ്രാഹ്മണം വാ ബഹുശ്രുതം ആതതായിനമായാന്തം ഹന്യാദേവ ആവിചാരയൻ എന്ന് മനുസ്മൃതി. ഗുരുവായാലും ബാലനായാലും വൃദ്ധനായാലും ശ്രോത്രിയ ബ്രാഹ്മണൻ തന്നെ ആയാലും ആതതായി തീർന്നാൽ വധ്യൻ തന്നെ. അതായത് ആതതായി ആരായാലും വധിക്കാമോ എന്ന സംശയത്തിനു പോലും വകയില്ല. തന്നിമിത്തം അർജുനന്റെ പ്രതിജ്ഞ ധർമാനുസാരേണ തന്നെ എന്ന് ഉറപ്പിക്കാം. ഈ പറഞ്ഞ പ്രകാരത്തിലെല്ലാം വേണ്ട രീതിയിൽ ചിന്തിച്ച് യുക്തിക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കൂ അർജുന എന്നാണ് ഭഗവാന്റെ വാക്കുകളുടെ താല്പര്യം. എങ്ങനെയായിരുന്നു അർജുനൻ പ്രതികരിച്ചത്, ഏതു രീതിയിലാണ് എല്ലാവരുടെയും പ്രിയത്തെ അർജുനൻ സാധിപ്പിച്ചത് എന്നിങ്ങനെ സൂതൻ തുടർന്ന് പറയുന്നു. സൂത ഉവാച അർജുന സഹസാജ്ഞായ ഹരേർഹാർദം അഥാസിന മണിം ജഹാരമൂർധന്യം ജിജസ്യ സഹമൂർധജം. അർജുന, അർജുനൻ, സഹസ പെട്ടെന്ന്, ഹരേഹേ ഹാർദം ഹരിയുടെ ഹൃദയത്തിലേത് മനസ്സിലുള്ളത്, ആജ്ഞായ മനസ്സിലാക്കിയിട്ട്, അഥ അനന്തരം, അസിന വാൾ കൊണ്ട്, ദ്വിജസ്യ ബ്രാഹ്മണന്റെ അശ്വത്ഥാമാവിന്റെ, മൂർധന്യം മണിം ശിരസിലെ മണിയെ, സഹമൂർധജം മുടിയോടെ, ജഹാര ഹരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ മനസ്സിലുള്ള ഇംഗിതം അറിഞ്ഞ അർജുനൻ ഒരു വാളെടുത്ത് അശ്വത്ഥാമാവിന്റെ ശിരസിലുള്ള വിശിഷ്ടമായ രത്നത്തെ മുടിയോടുകൂടെ ചൂഴ്ന്നെടുത്തു. തുടർന്ന് അശ്വത്ഥാമാവിനെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. വിമുച്യരശനാബദ്ധം ബാലഹത്യാഹതപ്രഭം തേജസാമണിനാഹീനം ശിബിരാൻ നിരയാപയൽ. രശനാബദ്ധം കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനും, ബാലഹത്യാഹതപ്രഭം ബാലന്മാരെ ഹനിക്കയാൽ തേജസ് നശിച്ചവനും, തേജസാമണിനാചഹീനം തേജസ്സാലും മണിയാലും പിരിഞ്ഞിരിക്കുന്നവനുമായ തം വിമുച്യ അവനെ മോചിപ്പിച്ച് ശിബിരാൽ കൂടാരത്തിൽ നിന്ന് നിരയാപയൽ പറഞ്ഞയച്ചു. ശിരോരത്നം ചൂഴ്ന്നെടുത്തതിനു ശേഷം അർജുനൻ അശ്വത്ഥാമാവിന്റെ കെട്ടഴിച്ച് അവിടെ നിന്ന് ആട്ടിയോടിച്ചു. വളരെ പരിതാപകരമായിരുന്നു അശ്വത്ഥാമാവിന്റെ അവസ്ഥ.
ബന്ധനസ്ഥനായി കിടക്കുന്നു. കുട്ടികളെ വധിച്ചതുകൊണ്ട് ബ്രാഹ്മണ ചൈതന്യം ചോർന്നു പോയതുപോലെ ഇരിക്കുന്നു. ശിരോരത്നം അപഹരിക്കപ്പെട്ടതോടെ തേജസ്സും ഇല്ലാതായിരിക്കുന്നു. ആരെയും ധർമ്മസങ്കടത്തിലാക്കുന്ന ഒരു സന്ദർഭമാണിത്. എന്നാൽ യാതൊരു ചാഞ്ചല്യമോ സന്ദേഹമോ കൂടാതെ അശ്വത്ഥാമാവിന്റെ ശിരോരത്നം മുടിയോടൊപ്പം വാൾകൊണ്ട് ചൂഴ്ന്നെടുത്തുകൊണ്ട് അർജുനൻ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി. ബാലഹത്യയാലും ശിരോരത്നം നഷ്ടപ്പെട്ടതിനാലും നിസ്തേജനായി തീർന്ന അശ്വത്ഥാമാവിനെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് ശിബിരത്തിൽ നിന്നും പറഞ്ഞയച്ചു. ഇവിടെ അർജുനന്റെ പ്രവൃത്തി എങ്ങനെയാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതായി തീർന്നത് എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ സൂതപൗരാണികൻ. വപനം ദ്രവിണാദാനം സ്ഥാനാനിര്യാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധോ നാന്യോസ്തി ദൈഹിക. വപനം മുട്ടയടിക്കൽ, ദ്രവിണാദാനം ധനം പിടിച്ചെടുക്കൽ, തഥാ അപ്രകാരം സ്ഥാനാനിര്യാപണം സ്ഥാനഭ്രംശം വരുത്തൽ, ഏഷഹ ഹി ഇതുതന്നെയാണ് ബ്രഹ്മബന്ധൂനാം വധഃ ബ്രാഹ്മണാധമരുടെ വധം. അന്യഃ ദൈഹികഃ ന അസ്തി ദേഹത്തെ സംബന്ധിച്ച് വേറെ നിഗ്രഹം ഇല്ല. മുട്ടയടിക്കൽ, ധനം പിടിച്ചെടുക്കൽ, സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യൽ ഇവയെല്ലാം ചെയ്താൽ അത് നീചബ്രാഹ്മണരെ വധിച്ചതിന് തുല്യമാണ്. അല്ലാതെ ആതതായിയെ വധിക്കണമെന്ന് പറഞ്ഞത് ജീവൻ അപഹരിക്കണമെന്ന അർത്ഥത്തിലല്ല. അശ്വത്ഥാമാവിന്റെ ശിരോരത്നം അപഹരിച്ചപ്പോൾ ധനം പിടിച്ചെടുക്കൽ ആയി. മുടിയോടുകൂടിയാണ് രത്നം അപഹരിച്ചത് എന്നുള്ളത് കൊണ്ട് അവിടെ വപനവും നടന്നിരിക്കുന്നു. തുടർന്ന് കൂടാരത്തിൽ നിന്ന് ആട്ടിയോടിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. ഇങ്ങനെ അശ്വത്ഥാമാവിനെ ദൈഹികമല്ലാത്ത രീതിയിൽ വധിച്ചു എന്നർത്ഥം. ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല. ഭീമസേനെ സംബന്ധിച്ചിടത്തോളം ഇത് അശ്വത്ഥാമാവിനെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഗുരുപുത്രനാണ് എന്ന നിലയിൽ അഴിച്ചുവിടണമെന്ന പാഞ്ചാലിയുടെ ആവശ്യവും നടപ്പാക്കി കഴിഞ്ഞു. ഇതുതന്നെയാണല്ലോ ഭഗവാന്റെ ഇംഗിതവും. അങ്ങനെ അർജുനനിത രണ്ടാമത്തെ ധർമ്മപരീക്ഷയിലും വിജയിച്ചിരിക്കുന്നു എന്ന് സാരം. ബ്രാഹ്മണരെ തേജോവധം ചെയ്താൽ അത് വധത്തിനു തുല്യമായി തീരും എന്ന് മനുസ്മൃതി, യാജ്ഞവൽക്യസ്മൃതി, വൃദ്ധാഹാരീത സ്മൃതി എന്നിവയെ ഉദ്ധരിച്ചുകൊണ്ട് അർത്ഥപ്രകാശിനിയിൽ ശ്രീധരവാര്യർ വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്വത്ഥാമാവിനെ നിഷ്കാസനം ചെയ്തതിന്റെ ശേഷം പാണ്ഡവന്മാർ പുത്രന്മാരുടെയും മറ്റും അന്ത്യേഷ്ടികർമ്മങ്ങൾ നിർവഹിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് സൂതപൗരാണികൻ ഈ അധ്യായത്തെ സമർപ്പിക്കുന്നു. പുത്രശോകാതുരാഹ സർവേ പാണ്ഡവാഹ സഹ കൃഷ്ണയാ സ്വാനാം മൃതാനാം യൽകൃത്യം ചക്രുർനിർഹരണാദികം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ദ്രൗണിനിഗ്രഹോ നാമ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പുത്രശോകാതുരാഹ പുത്രദുഃഖത്താൽ വിവശരായ സർവേ പാണ്ഡവാഹ പാണ്ഡവരെല്ലാം കൃഷ്ണയാ സഹ പാഞ്ചാലിയോടൊപ്പം സ്വാനാം സ്വന്തപ്പെട്ടവരായ മൃതാനാം മരിച്ചവരുടെ നിർഹരണാധികം ശവദാഹം മുതലായ യൽ കൃത്യം തത് ചക്രു യാതൊരു കർമ്മങ്ങളുണ്ടോ അവ നടത്തി. അശ്വത്ഥാമാവിനെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം പാണ്ഡവന്മാരെല്ലാവരും ദുഃഖാർത്തരായിക്കൊണ്ട് മരിച്ചുപോയ പുത്രന്മാർക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ എന്തെല്ലാമാണോ ചെയ്യേണ്ടതായിട്ടുള്ളത് അതെല്ലാം നിർവഹിച്ചു. നിർഹരണം ദാഹാർത്ഥം നയനം എന്ന് ശ്രീധരാചാര്യർ. മൃതദേഹം ദഹിപ്പിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകലിനെയാണ് നിർഹരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദി എന്ന ശബ്ദം കൊണ്ട് അതിനുശേഷമുള്ള കർമ്മങ്ങളും വേണ്ട രീതിയിൽ നിർവഹിച്ചു എന്ന് ഇവിടെ നാം അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അന്ത്യകർമ്മങ്ങൾ എന്തെല്ലാമാണ്, എങ്ങനെയെല്ലാമാണ് നിർവഹിച്ചത് എന്ന് 8-ാം അധ്യായം ആരംഭത്തിൽ നമ്മൾക്ക് അനുസ്മരിക്കാൻ സാധിക്കും. ഇതോടെ പ്രഥമസ്കന്ധം 7-ാം അധ്യായം അനുസ്മരണം പൂർത്തിയായിരിക്കുകയാണ്. 54-ാം ഭാഗം മുതൽ 8-ാം അധ്യായം അനുസ്മരിക്കാൻ ആരംഭിക്കാം. ഭഗവത്പാദങ്ങളിലും ഗുരുനാഥപാദങ്ങളിലും മാതൃപിതൃപാദങ്ങളിലുമായി പ്രണമിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. വിരാമസ്ഥാവൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.